ഗൈസ് അപ്പോൾ ദേ നമ്മളിവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സീൻ ഗൈസ്, ഈ വ്യൂ നോക്കിയാൽ നിങ്ങൾ. ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം. ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലാണ് പോലെ തന്നെ നമ്മളൊരു 1:10 സ്കെയിലിൻ്റെ ഒരു ജിമ്മിനി വാങ്ങിച്ചിട്ടുണ്ട്. സോ ഒരുപാട് പേര് കമൻറ്റ് സംഭവമാണ് ജിമ്മിനി, ഒരു വലിയ ജിമ്മിനി മേടിക്കാൻ പറഞ്ഞിട്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജിമ്മിനിൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ യൂക്ലിക്കിൻ്റെ പേജിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന ജിമ്മിനി ഓർഡർ ചെയ്തിരിക്കുന്നത്. അതും RGT എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. RGT എന്ന് പറയുന്നത് അത്യാവശ്യം RCയിലൊക്കെ കിടിലം ബ്രാൻഡാണ്. സോ അവരുടെ ഒരു ജിമ്മിനിയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. സോ എൻ്റെ റേറ്റും കാര്യങ്ങളും ഇതെങ്ങനെ പർച്ചേസ് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നെക്സ്റ്റ് ഇത് പ്രൊഡക്ട്സ് ആണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞോളൂ. നമ്മുടെ യൂട്യൂബ് ചാനൽ ഏകദേശം 19 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്തിട്ട് ഒരു 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയും ഒന്ന് എത്തിച്ച് തന്നോളൂ. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആ ഒരു വണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്. കാണുന്നതാണ് എൻ്റെ കയ്യിലത്തെ ജിമ്മി എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഞാനൊരു വർഷം അല്ല 2 വർഷം മുന്നേ വാങ്ങിച്ചതാണ് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ഇത് ഫുള്ളി സ്റ്റോക്ക് ജിമ്മിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് വേറെ ഓഫ് റോഡ് പർപ്പസിനൊന്നുമില്ല, ഒരു ടോയ് ഗ്രേഡ് ആയിട്ടാണ്. പക്ഷേ ഈ വട്ടം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു 1:10 സ്കെയിലിൻ്റെ ഒരു കിടിലായിട്ടാണ് ഗൈസ്. ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ ജിമ്മിനി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ബോക്സും കാര്യങ്ങളും വന്നിരിക്കുന്നത്. സോ ബോക്സിൻ്റെ മേലെ നോക്കാനാണെങ്കിൽ 1:10 സ്കെയിൽ ക്രൗളർ റോക്ക് ക്രൂയിസർ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് 4x4 8 എൻ്റെ മോനെ. പക്ഷെ നമുക്ക് കളർ കിട്ടിയിരിക്കുന്നത് ഈ കളറല്ല, നമ്മുടെ കളർ വന്നിരിക്കുന്നത് വേറെ ടൈപ്പാണ്. ഒരു കുറച്ചും കൂടിയും ഡാർക്ക് ഗ്രേ ആണ് വന്നിരിക്കുന്നത്. കണ്ട ഈ ഒരു കളറാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പകുതി വരാണെങ്കിൽ നമ്മുടെ എക്സ്ട്രാ ആക്സസറീസ്, അതേപോലെ തന്നെ ഇതിലെന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ RGT എന്ന് പറഞ്ഞ ബ്രാൻഡിനെയാണ് നമ്മുടെ ഈ ഐറ്റം എന്ന് പറയുന്നത്. അത്യാവശ്യം കിടിലും പ്രൊഡക്റ്റാണ്. അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ജിമ്മി ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് വേറെ ഇവിടെ ഒന്നുമില്ല, നമ്മുടെ യൂക്ലിക്കിൻ്റെ പേജിൽ നിന്ന് പറഞ്ഞു. സോ യൂക്ലിക്കിൻ്റെ പേജിൽ നിന്ന് ഈ കാണുന്ന പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഏകദേശം 34,500 രൂപയാണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതൊരു കിടിലം പ്രൊഡക്റ്റാണ്. സോ നിങ്ങൾ RC കാർസൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ യൂക്ലിക്കിൻ്റെ പേജിൽ പോവുക. യൂക്ലിക്ക്.com എന്ന് പറഞ്ഞാൽ ഈ കാണുന്നൊരു വെബ്സൈറ്റ് കയറി ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓയിൽ 5 എന്ന് പറഞ്ഞാൽ ഈ ഒരു കൂപ്പൺ കോഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കാര്യം കിട്ടുന്നതായിരിക്കും. ഗൈസ് അപ്പോൾ ഈ ബോഡി പെയിനൊക്കെ വരുമ്പോൾ ബോഡി മസാജ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഈ കാണുന്ന അഗാരോയുടെ ആറ്റം പ്ലസ് ഹാൻഡ് ഹെൽഡ് ബോഡി മസാജർ എന്ന് പറഞ്ഞാൽ ഈ ഐറ്റം. സംഭവം അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ യൂസ് ചെയ്ത് വെച്ച ഏറ്റവും അടിപൊളി മസാജറാണ്. പല പല സ്റ്റൈലുകളും മസാജ് ക്യാപ്സും അവൈലബിൾ ആണ്. ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. സോ ഈ കാണുന്ന മസാജർ വെച്ചിട്ട് നിങ്ങളുടെ നെക്ക്, ഷോൾഡർ, ലെഗ് എന്നിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മസാജ് ചെയ്യാൻ പറ്റുന്നതാണ്. സംഭവം അടിപൊളിയാണ്. വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇതാണ് എൻ്റെ കയ്യിലുള്ള 1:10 സ്കെയിലിൻ്റെ ബ്രോങ്കോ എന്ന് പറയുന്നത്. പക്ഷേ ഈ ബ്രോങ്കോനേക്കാളും കുറച്ചും കൂടി സൈസ് കുറവാണ് നമ്മുടെ ജിമ്മിനി. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഈ ബ്രോങ്കോയും നമ്മുടെ ജിമ്മിനിയും വെച്ചിട്ട് ഒരു കമ്പാരിസണൊക്കെ ഞാൻ കാണിച്ചിരുന്നതായിരിക്കും. സോ നമ്മുടെ ബ്രോങ്കോനെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ വിഞ്ച് കാര്യങ്ങൾ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ കുറച്ച് റേറ്റ് ഒരു 3000 വരെ വ്യത്യാസം വരുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന്. പക്ഷേ നമുക്കിത് വെറുത്താണോ നോക്കാം. നമുക്ക് ആ ബ്രോങ്കോ വെച്ചിട്ട് നമുക്ക് ബ്രോങ്കോയ്ക്ക് കയറാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മുടെ ഈ കാണുന്ന ജിമ്മിനി വെച്ചിട്ട് കയറാൻ പറ്റും നോക്കാം. സോ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ജിമ്മിനി ശരിക്കും ഒരു ചെറിയൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് 1:10 സ്കെയിലായാലും ഇതിൻ്റെ സൈസ് കുറച്ചേക്കുന്നത് വരെ. കാരണം ആ ഒരു സ്കെയിൽ സൈസിലേക്ക് ഇടാനായിട്ട്. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റിമോട്ട് കൺട്രോൾ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് യൂസർ മാനുവലും കുറച്ച് സ്റ്റിക്കേഴ്സും അതേപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ ആക്സസറീസും വന്നിട്ടുണ്ട്. സോ ഇനിയാണ് നമ്മളെല്ലാം വെയിറ്റ് ചെയ്ത മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജിമ്നി. ഗൈസ് ഫുള്ളി ഓഫ് റോഡ് സ്പെക്കിലാണ് ഈ ഐറ്റം വന്നിരിക്കുന്നത്. സോ ഡീറ്റെയിൽഡ് കാണിച്ചു തരാം. ഒന്നും കൂടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ജിമ്നി എന്ന് പറയുന്നത്. ഓഫ് റോഡ് ടയേഴ്സ് അല്ല, പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഫുള്ളി ഓഫ് റോഡ് ടയേഴ്സാണ്. മുന്നിലത്തെ ഗ്രില്ല് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ മേലെ റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഇവിടെ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജിമ്മിൻ്റെ ടയർ ഉള്ളിലേക്ക് തന്നെ നിൽക്കുന്നത്. പക്ഷേ ഈ കാണുന്ന ജിമ്മിനിയുടെ ടയേഴ്സ് ഉണ്ട്, കുറച്ച് പുറത്തേക്കാണ് നിൽക്കുന്നത്. ഇത് മാത്രമല്ല കാണാനായിട്ട് നോക്കിയേ നല്ല കിഡിലൻ ലുക്കല്ലേ കൊടുത്തേക്കുന്നത്. പിന്നെ പറയാൻ വന്നത് ഇത് ഒഫീഷ്യൽ ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് അല്ല, പക്ഷേ ഇത് എന്താ പറയുക ലുക്കും കാര്യങ്ങളൊക്കെ ജിമ്മിനിൽ തന്നെ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അടിഭാഗത്ത് വരാണെങ്കിൽ ഫുള്ളി സിമ്പിൾ മെക്കാനിസം ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അധികം പണികളൊന്നും ഇല്ല. സോ ഇത് അഴിക്കേണ്ടത് ഈ 2 ഹുക്ക് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അഴിക്കാൻ പറ്റും. ഇവിടെ ജിമ്മിയുടെ ഇവിടെ ബാറ്ററീസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എൻ്റെ സ്വന്തം ബാറ്ററി ഉണ്ട്, അത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് എൻ്റെ റിമോട്ട് കൺട്രോൾ വന്നിരിക്കുന്നത്, ലൈറ്റിൻ്റെ കൺട്രോൾസ്. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജിമ്മിനി ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നിർത്താൻ പറ്റും. സോ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ബാറ്ററി കണക്ട് ചെയ്യാനുള്ളത് ഇവിടെയാണ്. കിടിലം മോട്ടോഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സംഭവം വേറെ ലെവലാണ്. ഇവിടെ കാണാൻ പറ്റും അടിഭാഗത്തൊക്കെ മെറ്റലിൻ്റെ റോഡ്സാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിലത്തെ ബാറ്ററി ഞാനിവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് എൻ്റെ സ്വിച്ച് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഓൺ ആക്കാം ഗൈസ്. അപ്പോൾ ഈ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ആവുന്നില്ല. അതുകൊണ്ട് എൻ്റെ വലിയ ബാറ്ററി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബാറ്ററി നമ്മുടെ ബ്രോങ്കോയ്ക്ക് വെച്ച് കൊടുക്കുന്നതാണ്. നോക്കി നോക്കാം. ചെറുതായിട്ടൊരു പ്രശ്നം പറ്റി. നമ്മുടെ ഈ കാണുന്ന ജിമ്മിനിയിൽ ഇടാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു ബാറ്ററി ഉള്ളൂ. ഈ ഒരു ബാറ്ററി മാത്രമാണ് വർക്ക് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രോങ്കോ വെച്ചിട്ടൊരു കമ്പാരിസൺ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ സെപ്പറേറ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. നമ്മുടെ ബാറ്ററിയും കാര്യങ്ങളും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് ഓൺ ആക്കി നോക്കാം.
ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ലൈറ്റ് കാണാൻ പറ്റും, സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റീചാർജബിൾ ബാറ്ററീസ് നമ്മുടെ റിമോട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ റീചാർജബിൾ ബാറ്ററീസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് ടാഗിൽ നോക്കിയാൽ മതി, അവിടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഗൈസ് ഫൈനലി നമ്മുടെ ഐറ്റം കണ്ട ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. സോ ഈ കാണുന്ന കണക്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, ലൈക്ക് ഇതിൻ്റെ ലൈറ്റിൻ്റെ കണക്ഷൻസ് ആണ്. സോ അതില്ലെങ്കിലും നമ്മുടെ വണ്ടി അടിപൊളി ഓടും. സോ നമ്മുടെ വണ്ടി മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇവിടെ കിടിലം ആക്സസറീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ റൂഫ് ടോപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ മോഡിഫൈ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് എന്താ പറയുക, അതിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് കുറച്ച് ബാഗും കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടയർ മാറ്റാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗൈസ് അപ്പോൾ നമ്മുടെ സ്പീഡ് ഞാൻ തരാം. ഇതാണ് ബാക്കോട്ട് പോകുന്ന സ്പീഡ്, ഇതാണ് മുന്നോട്ട് വരുന്ന സ്പീഡ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ട സ്പീഡ് മാറ്റാൻ പറ്റും. നമ്മുടെ ജിമ്നീനെ ഞാൻ ഈ കാണുന്ന കട്ടിളപ്പടി കയറ്റി കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് കയറണം. അയ്യോ എൻ്റെ മോനെ ഗൈസ്, എൻ്റെ ഫേവറേറ്റ് തിങ് JCB. ഗൈസ് അപ്പോൾ നമ്മുടെ വണ്ടിയും കാര്യങ്ങളും കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ പോവാണ്, ഒരു മലയാളം വിളിക്ക്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ നമ്മളിവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വഴി കൂടെയാണ് പോണത്. പക്ഷേ നമ്മളിങ്ങനെ പോയി വലിയ കുന്നിൻ്റെ അവിടെയൊക്കെ എത്തും. ഓക്കെ, സോ അവിടെ പോയിട്ട് നമ്മുടെ വണ്ടി ഓഫ് റോഡ് ചെയ്ത് സെറ്റാക്കാം. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് ഉള്ളൂ. ഗൈസ് എനിക്കിഷ്ടമുള്ള നെക്സ്റ്റ് വണ്ടി അവിടെ നിൽക്കണേ. ഗൈസ് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഓഫ് റോഡ് ചെയ്യാനായിട്ട്. മുനിയത്തൂന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ എടുത്തിട്ടുണ്ട്. കയറി പോകണൊക്കെ എൻ്റെ മോനെ അടിപൊളി, ഭയങ്കര രസമാണ് കയറി പോകണതാണ്. അതിൻ്റെ ഡ്രാഗ് ബ്രേക്കിൽ കാരണം ബാക്കോട്ട് ഇറങ്ങി വരില്ല. ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം സ്റ്റീപ്പാന്ന് കണ്ടാ. എന്നിട്ട് നമ്മുടെ വണ്ടി കയറി പോകണണ്ടാ, എൻ്റെ മോനെ സെറ്റ്. സോ കുറച്ചുകൂടി കഠിനമായ ഓഫ് റോഡുകൾ കുറച്ച് മേലെ പോയാൽ നമുക്ക് കിട്ടും. സോ നമുക്ക് അവിടേക്കൊന്ന് പോയിട്ട് വരാം. നമ്മുടെ ജിമ്നി ഇവിടെ ഉണ്ട്. സോ ഇവിടെ ഒരു അത്യാവശ്യം വലിയൊരു ഗട്ടർ ഒരു എന്താ പറയുക പമ്പുണ്ട്. സോ അതിൻ്റെ മേലെ കൂടെ കയറാൻ വേണ്ടി നോക്കാം. സൈഡിൽ കൂടെ എടുത്തിട്ട് വേണം കയറ്റാനായിട്ട്. ഗൈസ് മോനെ നല്ല ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ കയറ്റേണ്ടി വരും. അടിപൊളി പോണത് കയറി അടിപൊളിയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ബ്രോങ്കോൻ്റെ അത്ര വലിയ ടയേഴ്സ് അല്ല, ചെറിയ ടയേഴ്സാണ്, അതുകൊണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കയറി പോകുന്നുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല ഓഫ് റോഡ് സ്ഥലമാണ്. പിന്നെ മേലെ കൂടെ വരണം. നോക്കിയേ, സീൻ ഗൈസ്, അടിപൊളി. പെൻഷനൊക്കെ വേറെ ലെവലാണ്. കയറി പോണേ. ഗൈസിൻ്റെ ഡ്രാഗ് നോക്കി നിങ്ങൾ, ഇതെങ്ങനെ എത്ര സ്റ്റീപ്പായി നിൽക്കുന്നത്. പക്ഷേ മുന്നോട്ട് ഒരു തരി പോലും ഇങ്ങനെ ഇറങ്ങി നമ്മൾ കൈ കൊണ്ട് കൊടുക്കുന്നതല്ലാണ്ട് സ്ലോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഉരുണ്ട് വീഴുന്നില്ല. ഗൈസ് നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് കയറ്റാൻ പോവാണ്. മൈ ഗോഡ്, കുറച്ച് പാട് കയറാനായിട്ട്. പക്ഷേ വിഷയമല്ല, ഈ സൈഡിൽ കൂടെ നമ്മൾ എടുക്കും. കയറണമൊക്കെ ഓനെ അടിപൊളി. ഗൈസ് അപ്പോൾ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം വലിയൊരു താഴ്ചയാണുള്ളത്. സോ നമ്മുടെ വണ്ടീനെ ഇറക്കുമ്പോൾ വണ്ടി ഉരുണ്ട് വീഴോ ഇല്ലയെന്നാണ് നോക്കാൻ പോകുന്നത്. അതിന് ഡ്രാഗ് ബ്രേക്കിൻ്റെ പവറാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് കേട്ടോ. നോക്കിയേ, അതിരിക്കണം നോക്ക് മോനെ, ഒരു ഇഞ്ച് പോലും മുന്നോട്ട് അത് പോണില്ല. സെറ്റ് ആടാ. ഞാൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഐറ്റം അവിടെ സ്റ്റക്കായി നിന്നോളും, മറിഞ്ഞ് വീഴില്ല. ഡ്രാഗ് ബ്രേക്ക് വേറെ ലെവല്. ഞാൻ തിരിച്ച് കയറ്റാണ്, തിരിച്ച് കയറി തന്നെ ഒഴിയുമോ. അത്യാവശ്യം നല്ല വലിയൊരു സ്റ്റീപ്പാണ്. കയറി വരണോ ഒയ്യേ മോനെ കിടിലം. പിന്നെ വെയിറ്റ് കുറവാണ്, അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് കയറി വരാൻ പറ്റും. മോട്ടറിന് അത്യാവശ്യം നല്ല പവറും ഉണ്ട്. കയറി പോണോക്ക് പുള്ളി.
ഗൈസ് ഇതിൻ്റെ സസ്പെൻഷൻ നോക്കിയേ, എൻ്റെ മോനെ തീ ഐറ്റം, ഭയങ്കര സോഫ്റ്റാണ് സസ്പെൻഷൻ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പാറയുടെ മേലാണ് നമ്മൾ കയറ്റാൻ പോകുന്നത്. നിങ്ങൾക്ക് നിൽക്കണോ അത്, അതിൻ്റെ സ്ലോപ്പ് നോക്കി ഞങ്ങൾ എന്നിട്ടും കയറി പോകണമെങ്കിൽ ഗൈസ്. അടുത്തായിട്ട് നമ്മുടെ വണ്ടിയുള്ളത് അവിടെയാണ്. സോ നമ്മൾക്ക് ഇനി കയറ്റാൻ പോകുന്നത് ആ കാണുന്ന ഒരു പാറയുടെ പുറത്ത് നമുക്ക് നമ്മുടെ വണ്ടീനെ കയറ്റാൻ പറ്റും നോക്കാം. നമുക്കിവിടെ കയറ്റുന്നതിനേക്കാൾ മുന്നായിട്ട് ഈ ഭാഗത്ത് നല്ല ഓഫ് റോഡ് സ്ഥലങ്ങളുണ്ട്, ഇവിടെ കാണാൻ പറ്റിയ അടിപൊളിയാണ്. സോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ ഒന്ന് ഓടിച്ച് കയറ്റാൻ പറ്റും നോക്കാം ഗൈസ്. നമുക്ക് വണ്ടി ഫുള്ള് സ്റ്റോക്ക് കണ്ടീഷനാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ വേറെ ഒരു ആഡ് ഓൺസ് ചെയ്തിട്ടില്ല, എന്നിട്ടാണ് വണ്ടി ഇങ്ങനെ കയറി പോണത്. വെർത്താണ് ഗൈസ്, വെർത്ത് നിൽക്കണോക്കേ. എൻ്റെ മോനെ, നമുക്ക് ഈ പാറയുടെ മേലെ കൂടെ കയറി അതിൻ്റെ മേലെ എത്തണം, അതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. കയറണം നോക്ക്, ഓ സീന് ഗൈസ്. അപ്പം നോക്കിയേ, നമ്മൾ ഇതിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇരിക്കുന്നത് ഈ ഭാഗത്താണ്. സോ നമ്മൾ അത്രയും താഴ്ത്തുനിന്ന് ഇവിടേക്ക് കയറി വന്നു. ഇടിലം. നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ആയിട്ടാണ്. നിങ്ങൾക്ക് ഇതും കൂടി ഒന്ന് എന്താ പറയുക, നിങ്ങളുടെ സജഷനിൽ കൊണ്ടുവരാൻ പറ്റും. കയറി പോകണം നോക്കിയേ, നോക്ക് ഇതിൻ്റെ ഈ ഒരു താഴ്ചയും അത് പോണതും, അതും സ്റ്റോക്ക് വണ്ടി പോണതാണ് ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്. മുനിയത്ത് കുതുന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ അങ്ങനെ അധികം വണ്ടികളൊന്നും പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമില്ല, പക്ഷേ ഈ ഒരു സ്ഥലം വൈബാണ്. ഈ വ്യൂ നോക്കിയാൽ നിങ്ങൾ, സംഭവം അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കാറ്റുണ്ട്. നമ്മുടെ വണ്ടി ഇതേ പോണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ എന്താ പറയുക ഓഫ് റോഡ് വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ കിടിലൻ വീഡിയോസ് എടുക്കാൻ പറ്റുന്നതാണ് ഗൈസ്. ഫൈനലി അപ്പോൾ ഇതേ നമ്മൾ ഇതിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല വ്യൂ ആണ്. നമ്മൾ നടന്നു വന്നിട്ടിരുന്നത് അത്രയും താഴ്ത്തുനിന്നാണ് നമ്മൾ വന്നത്. പക്ഷേ ഫൈനലി നമ്മളിവിടെ നമ്മുടെ വണ്ടിയും കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ വണ്ടി ഒരു രക്ഷയില്ല ഗൈസ്, സത്യം പറയാലോ അടിപൊളിയാണ്. നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ അടിപൊളിയാണ്, കാരണം ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ എവിടേക്കാണെങ്കിലും സിമ്പിളായിട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റും. സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ച് പോരായ്മകളുണ്ട്, ഇതിൻ്റെ കൂടെ ബാറ്ററി കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ കാണുന്ന ജിമ്നിയുടെ വിശേഷം എന്ന് പറയുന്നത്. വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂക്ലിനെ കോൺടാക്ട് ചെയ്യുക. താഴത്തെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ കിടിലൻ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.